1925 ഭീമ ആലപ്പുഴ ശരിക്കും ഒറിജിനായത്. പക്ഷെ 2013 നമ്മുടെ മാർത്താണ്ഡത്ത് ഭീമ വരാൻ. പക്ഷെ അന്ന് 2013 മുതൽ ഇനി 2025 ഇപ്പൊ നമ്മൾ 100 വർഷമായി ഭീമയുടെ ഒരു ജേർണി തുടങ്ങിയിട്ട്. 2013 മുതൽ 25 വരെയും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്. ഞാനിവിടെ ജോയിൻ ചെയ്ത് AGM ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. 2015 ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ നമ്മുടെ കസ്റ്റമർ നമുക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഈ മാർത്താണ്ഡ ഭീമ ഇത്രയും വളരാനുള്ളൊരു കാരണം. ഇപ്പോൾ നമ്മുടെ 12ാമത്തെ ആനിവേഴ്സറി നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ മാർത്താണ്ഡത്ത് ഈ ആൻറ്റിക്കിനോടും ഡയമണ്ടിനോടൊന്നും ആ ഒരു ടേസ്റ്റ് ഒന്നും ഇവിടെ கஸ்டமர்ஸ் இல்லையாയിരുന്നു. என்னோட இடம் இந்த மார்த்தாண்ட லோக்கல் தான், கடையால்மூடுன்னு சொல்லுவாங்க, கொஞ்சம் பக்கம்தான். அப்போ நான் இந்த பீமாவில் வேலைக்கு சேர்றதுக்கு முன்னாடி ஒரு வாட்டி நாகர்கோவில் பீமாவில் பர்ச்சேஸ் பண்ண போயிருந்தேன். பர்ச்சேஸ் பண்ண போனதுலேருந்து எனக்கு பீமாவில் எப்படியாவது ஒரு ஜாப் ஆகணும்னு ஒரு ஆசையாக இருந்தது. அப்போ அப்படியே ட்ரை பண்ணிகிட்டே இருந்தேன். இன்டர்வியூ வந்தப்போ வேறு ஜுவல்லரி நிறைய வாய்ப்பு கிடச்சி போகல, பீமாவில் தான் ஏறணும்னு ஒரு ஆசையாக இருந்தது. அப்போது இன்டர்வியூ வந்தப்போ ஜாயின் பண்ணேன். ஃபஸ்ட்டு இதில் எனக்கு வாய்ப்பு கொடுத்தாங்க, சேல்ஸ்மேனாட்டு ஏறாச்சு. அப்புறம் கஸ்டமரு நிறைய கஸ்டமர் வந்துகிட்டே இருந்தாங்க. அப்படி எனக்கு தெரிஞ்சவங்க எல்லாம் நிறைய பேர் பீமா அப்படி என்னுள்ள பீமாவில் பர்ச்சேஸ் பண்ண வரும்போது அவங்க என்கிட்ட நீங்கள் எங்கே இருக்கிறீங்க அப்படின்னு சொல்லி பேசும்போது ரொம்ப ஹாப்பியாக இருந்தது. அவங்களுக்கு பீமாவில் எப்படி கிடச்சி அப்படின்னு ஆச்சரியமாகலாம் கேட்டாங்க. பீமா நல்ல ஒரு குரூப்பாச்சு அப்படின்னு சொல்லி அப்படியே சேல்ஸ்மேனாக இருந்து அப்படியே என்னாச்சுன்னா ப்ரொமோஷன் ஆகி மார்க்கெட்டிங்கில் வந்தேன். மார்க்கெட்டிங்கில் அப்படியே ஃபீல்டுலெல்லாம் போய் கஸ்டமர்கிட்ட பேசும்போது அவங்களுக்கு பீமான்னு சொல்லும்போது ரொம்ப ஒரு நல்ல ஒரு என்ன சொல்கிறதுக்கு நல்ல ഒരു ആദരവ് பண்ணாங்க. ശരിക്കും ഞാനിവിടെ തുടക്കം കുറിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഭീമ ലോഞ്ച് ആവുന്നു എന്നുള്ളതിനുള്ള 2 മാസം മുമ്പെയാണ്. അപ്പം അന്ന് ഭീമ ഇവിടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വരുന്നു എന്നതുള്ള അറിയിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ എത്തുന്നത്. അതിനുശേഷം 12 വർഷം കൊണ്ട് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുടെ ഇടയിൽ ഭീമയ്ക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ വിലയേറിയ കസ്റ്റമേഴ്സ് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള അവർക്ക് അത്രയും ട്രെൻഡിയും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതിലുപരി അവരുടെ വിശ്വാസം അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ ഒരു എത്തിച്ചു നിർത്തിയത്. മാർത്താണ്ഡ ഭീമയുടെ തുടക്കം മുതലേ ഞാനിവിടെ വർക്ക് ചെയ്യുവാണ്. ഇവിടെ CRA ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടാണ്. അന്നത്തെ കസ്റ്റമറുടെ ഒരു ടേസ്റ്റും ഇപ്പോഴത്തെ കസ്റ്റമറുടെ ഒരു ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ സമയത്ത് ഒരു 12 വർഷം മുന്നേ ഞങ്ങളുടെ ലോഞ്ചിങ് ആകുന്ന സമയത്ത് വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം അവർക്ക് പണിക്കൂലി കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം മതി. ഒരു ചെറിയൊരു ടൗണിൽ ശരിക്കും മാർത്താണ്ഡത്തിൽ ഷോറൂം തുടങ്ങുന്നതിന് നമുക്ക് മാനേജ്മെന്റ് ഉൾപ്പെടെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ സക്സസ് ആവോ ഇല്ലയെന്ന്. പക്ഷേ അതുപോലെയല്ല, ഇവിടുത്തെ സ്റ്റൈലും ഒരു സ്റ്റൈൽ എല്ലാം മൊത്തത്തിൽ ഒരു മാറ്റം വന്നത് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. இந்த பீமாவில் வந்ததுக்கப்புறம் நமக்கு நிறைய தொடர்புகள் கிடைக்குது, நிறைய ரிலேஷன்ஷிப். அதாவது அவங்க என்ன பார்க்கல, பீமாவில் என்ன கேட்டால் நான் என்ன சொல்லுவேன்னா, இந்த பூவோட சேர்ந்து நாறு மணக்குன்னு சொல்லுவாங்க. அதே மாதிரி பீமாங்கிற பூவோட சேர்ந்து ஸ்டாலினுங்கிறத மணத்துட்டு இருக்கேன். நான் நிறைய பேருக்கு நானும் பயங்கர ஹாப்பியாகும். இப்படி பீமா என்னை சொந்த கடை மாதிரி பார்க்குறேன். அப்போ கஸ்டமரும் பீமாவுக்கு நல்ல ஒரு ரெஸ்பான்சிபிள் தரும்போம் நமக்கு ரொம்ப மகிழ்ச்சியாக இருக்கும் மனசு. அப்போ அவங்க கூட அவங்க ஒரு கிராம் எடுக்கணுனாலும் பீமாவில் தான் வருவாங்க, 100 பவுன் எடுக்கணுனாலும் பீமாவில் தான் வராங்க. அப்படி பார்க்கும்போது മനസ്സിന് ரொம்ப സന്തോഷം. എല്ലാ തരം പ്രോഡക്റ്റുകളും കസ്റ്റമർ യൂസ് ചെയ്യാനും ഡയമണ്ട് തന്നെ ഇപ്പം ആദ്യം വളരെ കുറച്ച് വെക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഡയമണ്ടൊക്കെ നല്ല സെയിലായി എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എല്ലാവരും ആ ഒരു ലെവലിലോട്ട് ആ ഒരു ബ്രാൻഡ് വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഭീമയുടെ ഒരൊറ്റ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്ത് പ്യൂരിറ്റി ക്വാളിറ്റി അതിൽ കോംപ്രമൈസ് ഇല്ല. അത് പോരാതെ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫാണ്. സ്റ്റാഫ് നല്ല രീതിയിലൊരു സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു തവണ ഒരു സെയിൽസ്മാൻ ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ തേടി കസ്റ്റമർ വരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു സർവീസ് ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഫീലാണ് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് മാർത്താണ്ഡ ഭീമയുടെ ആ ജേണിയിൽ ഉണ്ടാകുന്നത്. അത് ആ ഏറ്റവും വലിയ സക്സസ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. ഇവിടെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനം കസ്റ്റമർ ഇപ്പം ഇവിടെ വരുമ്പോൾ മാത്രമല്ല, നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴും കസ്റ്റമർ ഞങ്ങളോട് തരുന്ന ഒരു ബഹുമാനമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞൊരു ജ്വല്ലറിക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ ബഹുമതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ആഭരണങ്ങൾ ഇപ്പൊ ഡയമണ്ടിലായാലും ആന്റിക്കിലായാലും അത്രയും വെറൈറ്റി ആയിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർവീസ്, മെയിനായിട്ട് നമ്മൾ പറയേണ്ട കസ്റ്റമർ സർവീസ് തന്നെയാണ്.
ഓരോ കസ്റ്റമർ നമ്മുടെ ഷോറൂമിലേക്ക് വാക്കിങ്സിൽ വരുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കി അത് ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾ മാക്സിമം ഓരോ സ്റ്റാഫുകളും അത് ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അത് 12ാം വർഷത്തിലെ ഈ ഒരു ഞങ്ങളുടെ എത്തുനോട്ടത്തിലും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സർവീസും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. அப்போ என்னென்னா பீமாயில் பொறுத்த வரைக்கும் கொஞ்சம் மிடில் கிளாஸ் இல்லைன்னா லோ கிளாஸ் பார்ட்டிலாம் வரும்போது அவங்க பயப்படுறாங்க. எப்படி நம்ம எங்கே போய் 1 கிராம் இல்லைன்னா 1 பவுன் எடுக்கணும். இப்போ என்னை பொறுத்த வரைக்கும் நான் சேல்ஸ்மேனாக இருக்குன்னு சரி தான் இங்கே சர்வீஸ் கொடுக்கறதே 1 பவுன் இல்லை 1 கிராம் எடுத்தாலும் இல்லை 100 பவுன் எடுத்தாலுமே எல்லாரையும் ஒன்று மாதிரி தான் ட்ரீட் பண்ணுறோம். அப்போ அவங்களுக்கு பயங்கர சந்தோஷம். திருப்பி நம்ம பீமாட்ட வாங்கும்போது அவங்களுக்கு அவங்களே சொல்கிறாங்க பீமாயில் வாங்கினா அப்பப்போ வாங்க தோணுது. പുതിയതും പഴയതുമായ ആളുകൾക്ക് പറ്റുന്ന എല്ലാത്തരം കളക്ഷൻസും നമ്മുടെ ഭീമയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 12 വർഷത്തെ ജേണിയിൽ ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 12ാം വർഷത്തെ വിജയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും നമ്മുടെ സ്റ്റാഫുകളുടെ ഓരോരുത്തരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സഹകരണവും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ തുടങ്ങുന്നത് തന്നെ ലേഡീസിന്റെ ഒരു പ്രയറോടുകൂടി തന്നെയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാ നിവേദ്യങ്ങളും വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ പൂജയോടുകൂടി എല്ലാ വെള്ളിയാഴ്ചകളും അത് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും നമുക്കൊരു അനുഗ്രഹം കൂടി അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ 12ാമത്തെ ആനിവേഴ്സറിയുടെ കടക്കാൻ പോകണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടുകളും അതുപോലെ തന്നെ ഈ ആനിവേഴ്സറിക്ക് നമുക്ക് തരണം. നിങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ കളക്ഷൻസും അത്രയും ഡിസ്കൗണ്ടും ഓഫറുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വരികയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങറ്റത്തെ രീതിയിൽ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ 12ാമത്തെ ആനിവേഴ്സറി എല്ലാവരും അന്ന് സക്സസ് ആക്കണം. അപ്പോൾ